വിശദമായി നോക്കാം. പാലക്കാട് ധോണിയിലെ കാട്ടാനശല്യത്തിൽ RRTക്കെതിരെ നാട്ടുകാർ. ഇന്നലെ രാത്രി കാട്ടാനക്കൂട്ടം എത്തിയിട്ടും RRT എത്തിയില്ല. RRT എത്തിയത് പുലർച്ചെയെന്നും നാട്ടുകാർ ആരോപിച്ചു. കാട്ടാനകൾ വാഴകൃഷിയും തെങ്ങും നശിപ്പിച്ചു. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. പാലക്കാട് ധോണിയിൽ PT7 പിടികൂടിയിട്ടും കാട്ടാനശല്യം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയും ഇവിടെ ധോണി മായാപുരത്ത് കാട്ടാനകൾ ഇറങ്ങിയിരുന്നു. ഞാൻ നിൽക്കുന്നത് ധോണി സ്വദേശി അനിൽകുമാറിന്റെ വീട്ടിലാണ്. നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആനക്കൂട്ടം 3 ആനകളാണ് സ്ഥിരമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇറങ്ങുന്നത്. വാഴയെല്ലാം നശിപ്പിച്ച് ഇവിടെ വാഴയും അതോടൊപ്പം തന്നെ മറ്റ് കൃഷികളും എല്ലാം തന്നെ നശിപ്പിക്കുന്നു, വ്യാപകമായി നശിപ്പിക്കുന്നു. അനിൽകുമാറിനോടൊപ്പം തന്നെ സാബു, പ്രദേശവാസിയായ സാബുവിൻ്റെയും വാഴ കൃഷി ആനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം, എപ്പോഴാണ് ആന ഇറങ്ങിയെന്നല്ലേ? ഏകദേശം രാത്രി 2 മണിയായിട്ടുണ്ടാവും. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എത്തിയപ്പം ഇവിടെ വന്ന് ഭയങ്കര സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഡോർ തുറന്നു. ഒരു പടക്കം പൊട്ടിച്ചിട്ടാണ് ആന നീങ്ങി പോയത്. ഇപ്പോൾ സ്ഥിരമായിട്ട് കുറേ ഉണ്ട്. ഞങ്ങളുടെ മുകളിലത്തെ 10-20 തെങ്ങ് കളഞ്ഞു. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിഹാരം ഇല്ലല്ലേ PT7? ഒരു പരിഹാരവും കാണുന്നില്ല. ഇതിൻ്റെ കൂടെയുള്ള ആനകളെയും കൂടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇന്നലെ 12:30 മുതൽ ജനവാസ മേഖലയിൽ ഈ ആനയുണ്ട്. അങ്ങനെ മൂവ് ചെയ്തിട്ടാണ് ഇപ്പോൾ അനിലേട്ടൻ്റെ വീട് എടുത്തിരിക്കുന്നത്. എൻ്റെ വീട് തൊട്ടപ്പുറത്താണ്. അവിടെ ഒരു 1:30 ആന എത്തിയതാണ്. 1:39 മുതൽ എൻ്റെ ഫോണിൽ ഇതുണ്ട്. 1:39 മുതൽ ഞാൻ RRTക്കാരെ വിളിക്കുന്നതാണ്. അവർ ഫോണേ എടുത്തിട്ടില്ല. ഒരു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഫോണ് അവരെടുക്കുന്നേ ഇല്ല. 3 മണി വരെ ഞാൻ അവരെ വിളിച്ചു. 3 മണി വരെ ഞാൻ ഉറങ്ങാതെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. ചെറിയ പിള്ളേരാണ് എനിക്കുള്ളത്. അവരുറങ്ങുകയാണ്. അവരെ ബുദ്ധിമുട്ടിക്കാതെ ഈ ആനയും കാത്ത് ഞാൻ റോഡിൽ നിൽക്കുക. ഞാൻ ഒറ്റയ്ക്ക്, വേറെ ആരുമില്ല. ഈ നമ്മളെ സഹായിക്കേണ്ട ഉദ്യോഗസ്ഥർ ഈ തരത്തിൽ പെരുമാറുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. PT7 പിടിച്ചതിന് ശേഷം പിന്നീട് RRT ഈ ഭാഗത്തേക്ക് കാര്യമായി നോക്കുന്നില്ലേ? ഇല്ല, RRT രാത്രി കാലങ്ങളിൽ അവരുടെ റൗണ്ടിങ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. പകൽ മുഴുവൻ അവരുടെ ഒരു 10-20 വണ്ടി അതിലേതിൽ ഓടുന്നുണ്ട്. പിന്നെ ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പിടിക്കുന്ന ചെറിയ ചെറിയ മൃഗങ്ങളെ, പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളെ ധോണിയിൽ കൊണ്ടു നടക്കുന്ന ഒരു വാഹനമുണ്ട്, ഒരു പ്രത്യേക തരത്തിലുള്ള വാഹനം. അത് 2-3 പ്രാവശ്യം പാലക്കാട്ടേക്ക് ധോണിക്ക് വരുന്നുണ്ട്. അതല്ലാതെ പകൽ ഇവർ അതിലേതിലേക്ക് ഓടി നടക്കുന്നുണ്ട്. ഈ ധോണിനെ കാണാനുള്ള, ധോണിനെ ചികിത്സിക്കാനുള്ള മാർഗ്ഗങ്ങളുമായിട്ട് വരുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ അവരുടെ പെട്രോളിങ് ഇപ്പോൾ വളരെ കുറവായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഇന്നലെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. 1:30 മണി മുതൽ ഞാൻ 3 മണി വരെ ഞാൻ ഈ റോട്ടിൽ നിൽക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്. ആരും വന്നില്ല. 4:15 ഇല്ലില്ല, ഫോൺ എടുത്തിട്ട് അവർ പറയണം അവർ വേറെ ആനേനെ ഓടിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. ഇത് അതുമില്ല, ഒന്നുമില്ല. ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരെ ഒരു എന്താ പറയുക, ഫോൺ എടുത്തൊരു റെസ്പോൺസ് അവർ ചെയ്തിട്ടില്ല. അവരുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഉണ്ടാകുന്നത്. ജനങ്ങൾ പ്രതികരിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഈ നാട് മുന്നോട്ട് പോകുന്നത്. അത്ര സ്ഥിരമാണോ ഇങ്ങനെ RRTനെ വിളിച്ചിട്ട് വരാതിരിക്കുന്ന ഒരു പ്രശ്നം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? RRT നേരത്തെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ PT7 പിടിച്ച ശേഷം അവർ ഇത്തിരി സ്ലോ ആണ്. എന്താ പറയുക, ഇപ്പോൾ ഇവിടെ ആനശല്യം ഇല്ല എന്നൊരു ബോധ്യം പോലെയാണ് അവർ കാണിക്കുന്നത്. അതിന് മുന്നൊക്കെ എപ്പോൾ വിളിച്ചാലും വരുന്നതാണ്. അതിനുശേഷം ഈ 3 കാട്ടാനകൾ നിരന്തരം ഇറങ്ങുന്നുണ്ടല്ലേ? നിരന്തരം ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. കുറേ പ്രാവശ്യമായിട്ട് ഇപ്പോൾ അടുത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും ജനവാസ മേഖലയുടെ ഇടയിൽ കൂടെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അന്ന് PT7 പിടിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിനൊരു ശാശ്വത പരിഹാരം ആവുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗമാണ് ഇനി ഞങ്ങൾക്ക് ആവശ്യം. അപ്പോൾ ഈ ആനകളെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നുമില്ല. ഇപ്പോൾ ഫോറസ്റ്റുകാർ വന്നു, ഇപ്പോൾ ഞങ്ങൾ വിളിച്ചാൽ അഥവാ RRT വന്നാൽ 2 പടക്കം പൊടിച്ചത് അപ്പം ആട്ടി വിട്ടുന്നല്ലാണ്ട് സ്ഥിരം ഒരു സംവിധാനം ഇവിടെ കാണുന്നില്ല. ഇപ്പോൾ ഈ ആനകളെ ശാശ്വത പരിഹാരമാണ് ആവശ്യം. അതാണ് ഇവരെല്ലാം തന്നെ പറയുന്നത്. ശാശ്വത പരിഹാരം വേണം. അതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ ഒരു കാര്യം പറയുന്നത്, ഇന്നലെ രാത്രി ആന എത്തിയ ശേഷവും RRT വിളിച്ച ഒരു ഫോൺ എടുത്തില്ല എന്നുള്ള ഒരു വലിയ ആരോപണവും നാട്ടുകാർ പറയുന്നുണ്ട്. ഈ ആളുകൾ പലപ്പോഴും ആന ഇറങ്ങുന്ന സമയത്ത് വലിയ സഹായത്തിനാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് രാത്രി അങ്ങനെ ഒരു സേവനം അവർക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പരാതി പറയുന്നു. അതോടൊപ്പം ഈ നില തുടർന്നാൽ വീണ്ടും സമരത്തിനിറങ്ങേണ്ടി വരുമെന്ന സാഹചര്യവും വ്യക്തമാക്കുന്നുണ്ട്. ധോണിയിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ടാണ് കണ്ടത്. പാലക്കാട് നഗരത്തിൽ തീപിടുത്തമുണ്ടായാൽ വെള്ളമെടുക്കുന്നതിനുള്ള ഫയർ ഹൈഡ്രന്റ് സംവിധാനം പ്രവർത്തനരഹിതം. ഹൈഡ്രന്റുകൾ പ്രവർത്തിക്കുന്നതിനെ തുടർന്ന് ഇന്നലെ നഗരത്തിലുണ്ടായ തീയണയ്ക്കാൻ അഗ്നിരക്ഷാസേന ഏറെ പണിപ്പെട്ടിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പറഞ്ഞു. ഇന്നലെ പാലക്കാട് നഗരത്തിലുണ്ടായ തീപിടുത്തം അഗ്നിരക്ഷാ സംവിധാനങ്ങളുടെ പരിമിതി വെളിപ്പെടുത്തുന്നതായിരുന്നു. തീപിടുത്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അതിവേഗത്തിൽ വെള്ളമെടുക്കുന്നതിന് 58 ഫയർ ഹൈഡ്രന്റ് സംവിധാനമാണ് ഉള്ളത്. എന്നാൽ ഇവ ഒന്നിലും വെള്ളമുണ്ടായിരുന്നില്ല. നമുക്ക് മൊത്തത്തിൽ 50 വർഷം മുമ്പ് ഇട്ട 58ഓളം ഹൈഡ്രന്റുകളുണ്ട്. പക്ഷേ കാലപ്പഴക്കത്താൽ കുറേ കേടുവന്നു പോയി. മാത്രമല്ല അതിൽ വെള്ളത്തിൻ്റെ പ്രഷർ കുറവാണ്. കാരണം കേടുവന്നവരുണ്ട്. ബദലായിട്ട് വേറെ PVC ലൈനൊക്കെ കൊടുത്തിട്ട് നാട്ടുകാർക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ കറക്റ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ റോഡ് വികസനം വന്നപ്പം
പഴയ റോഡിലാണ്, വീതി കുറഞ്ഞ റോഡൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ പുതിയ റോഡ് വന്നപ്പോഴത്തേക്കും അതൊക്കെ ഉള്ളിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു. പത്തരയ്ക്കുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ പുലർച്ചെ വരെ ശ്രമിക്കേണ്ടി വന്നു. ഹൈഡ്രന്റുകൾ പ്രവർത്തനക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു. ഇന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട് വൈകുന്നേരം. നമുക്ക് ചില പ്രശ്നങ്ങൾ ഇന്നലെ വന്നപ്പോൾ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. വെള്ളത്തിന്റെ ഒരു ഹൈഡ്രന്റ് പ്രവർത്തിക്കുന്നില്ല, പിന്നെ ഈ മാലിന്യം കത്തിക്കുന്നതിന്റെ. അപ്പോൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ജനപ്രതിനിധികളുമായിട്ടുകൂടി ആലോചിച്ചിട്ട് ചെയ്യേണ്ട നടപടികളൊക്കെ ചെയ്യും. നഗരത്തിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ജില്ലാ ദുരന്ത നിവാരണ സമിതി ചർച്ച ചെയ്യുമെന്നും കലക്ടർ വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. പെരുമ്പാവൂർ കുറ്റിപ്പാടത്ത് പ്ലൈവുഡ് കമ്പനിയിലെ മാലിന്യക്കുഴിയിൽ വീണ കുട്ടി മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഹുനൂബയുടെ 4 വയസ്സുള്ള മകൾ അസ്മിനിയാണ് മരിച്ചത്. കുറ്റിപ്പാടം സ്വദേശി ഷിഹാബിന്റെ ഉടമസ്ഥതയിലുള്ള പ്ലൈവുഡ് കമ്പനിയിലാണ് അപകടം. രാവിലെ 9 മണിയോടെയാണ് സംഭവമുണ്ടായത്. മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഇന്ന് രാവിലെയാണ് നഗരമധ്യത്തിൽ അപകടമുണ്ടായത്. വൈപ്പിൻ സ്വദേശി ആന്റണിയാണ് മരിച്ചത്. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം നിയന്ത്രിക്കാൻ സംസ്ഥാനം വ്യാപകമായി നിയമ നടപടികൾ കർശനമാക്കി വരികയാണെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. കൊച്ചി മാധവ ഫാർമസി ജംഗ്ഷനിലായിരുന്നു അപകടം. സിഗ്നൽ കഴിഞ്ഞ് ബൈക്കിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബസ് ഇടിക്കുന്നത്. അശ്രദ്ധമായി മുന്നോട്ടെടുത്ത ബസ് ഇടതുവശം സഞ്ചരിക്കുകയായിരുന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി. ബസ്സിന് അടിയിലേക്ക് വീണ വൈപ്പിൻ സ്വദേശിയായ ആന്റണിയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. ഇയാൾ തൽക്ഷണം മരിച്ചു. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം നിയന്ത്രിക്കാൻ സംസ്ഥാന വ്യാപകമായി നിയമ നടപടികൾ കർശനമാക്കി വരുന്നതായി ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. കൊച്ചിയിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സജീവമാകുന്നതോടെ അപകടങ്ങൾ കുറയുമെന്നും മന്ത്രി പറഞ്ഞു. അമിതവേഗതയിൽ ഓടുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കെതിരെയും ഉടമകൾക്കെതിരെയുമുള്ള നടപടി വളരെ കർശനമായിരിക്കും. കർശനമായ നടപടികൾ എടുക്കുന്നുള്ള പരാതി വ്യാപകമായി ഉണ്ടെങ്കിൽ പോലും നടപടികൾ എടുക്കുന്നതിൽ നിന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പിന്നോട്ട് പോകുന്നതല്ല. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗവും അശ്രദ്ധയും മൂലം കൊച്ചി നഗരത്തിൽ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നത്. പലപ്പോഴും ഇരുചക്രവാഹന യാത്രക്കാരാണ് ഇതിനിരയാകുന്നതും. ഇന്നത്തെ അപകടത്തിൽ 2 ബസ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 കൊച്ചി. ജലനിധി പദ്ധതിയിലെ കുടിവെള്ളം മുടങ്ങിയതോടെ വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് കണ്ണൂർ ആലക്കോട് മൂന്നാംകുന്ന് വാർഡിലെ ചപ്പാരമല നിവാസികൾ. കിണറുകൾ വറ്റി വരണ്ടതോടെ കിലോമീറ്ററുകൾ നടന്നാണ് ഇവർ കുടിവെള്ളം എത്തിക്കുന്നത്. 12 കോടിയോളം രൂപ ചെലവഴിച്ചായിരുന്നു 10 വർഷം മുമ്പ് ആലക്കോട് പഞ്ചായത്തിൽ ജലനിധി പദ്ധതി ആരംഭിച്ചത്. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം നടക്കവെയാണ് ജലവിതരണം വീണ്ടും തടസ്സപ്പെട്ടത്. ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ പൊട്ടുന്നതും ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ വൈദ്യുതി വകുപ്പ് ഫ്യൂസ് ഊരിയതും കുടിവെള്ള വിതരണം പൂർണ്ണമായും നിലയ്ക്കാൻ ഇടയായി. ഈ കൂടിയ ഉദ്യോഗസ്ഥന്മാരടക്കം ഇവിടെ ലോ ക്വാളിറ്റിയുള്ള പൈപ്പ്, ലോ ക്വാളിറ്റിയുള്ള മോട്ടർ ഇതെല്ലാം മേടിച്ച് ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തു. പക്ഷെ അവർക്കൊക്കെ വെള്ളം കിട്ടും. ജലവിതരണം തടസ്സപ്പെട്ടതോടെ കുഴൽക്കിണർ കുഴിച്ചാൽ പോലും വെള്ളം കിട്ടാത്ത മേഖലയിലുള്ളവർ ദുരിതത്തിലാണ്. പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് കറക്റ്റ് പൈസ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് ഒരു 500 രൂപ കൂട്ടിയെടുക്കണമായിരുന്നു നമ്മൾ. അത് മുൻപേ ഉള്ളവരെ കട്ട് നിന്നവർക്ക് നമുക്ക് കൂട്ടി കൊടുക്കേണ്ട കാര്യമല്ല. ഇല്ലല്ലോ, നമ്മൾ അധ്വാനിച്ചിട്ട് കൂലിപ്പണി ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെയല്ല നമ്മൾ പൈസ കൊടുക്കുന്നത്. 5000 രൂപ മുതൽ 15000 രൂപ വരെ നൽകിയാണ് പലരും ജലനിധി കണക്ഷൻ എടുത്തത്. ആദ്യത്തെ കുറച്ചു മാസങ്ങളിൽ വെള്ളം കൃത്യമായി ലഭിച്ചെങ്കിലും പിന്നീട് പൈപ്പുകൾ നോക്കുകുത്തിയായി. ഞങ്ങൾ 15000 രൂപയും കൊടുത്ത് ബാക്കി 17,000 രൂപ കൊടുത്താൽ ഞങ്ങൾ ഈ വെള്ളം എടുത്തത്. 2 കൊല്ലത്തോളം ആയതേ ഉള്ളൂ ഞങ്ങൾ ഈ വെള്ളം എടുത്തിട്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വെള്ളമെന്ന് പറയുന്നതും ഇല്ല. നമ്മൾ പൈസ കൂടുതൽ കൊടുക്കാൻ പറഞ്ഞാൽ അന്നേരം അതും കൊടുക്കും. കൃത്യം ബില്ലിന് ആ കണക്കിന് വരുമ്പോൾ ഞങ്ങൾ അതെല്ലാം കൃത്യം കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം കൊടുത്തവർക്കും വെള്ളമില്ല, കൊടുക്കാത്തവർക്കും വെള്ളമില്ല. കൂലിപ്പണിയെടുത്തും മറ്റും പണം സ്വരുക്കൂട്ടിയാണ് പലരും ജലനിധിക്കായി പണം നൽകിയത്. അധികൃതരുടെ അലംഭാവം മൂലം പദ്ധതി മുടങ്ങിയതോടെ ഇനി ആരെ സമീപിക്കണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് ചപ്പാരമലയിലെ ഈ കുടുംബങ്ങൾ. ഇത് ചപ്പാരമലയിലെ ഒറ്റപ്പെട്ട ഒരു വിഷയമല്ല. ദേറോം, കാവുംകുടി, ചെറുപാറ തുടങ്ങിയ പല പദ്ധതികളും ഇപ്പോഴും നോക്കുകുത്തിയായി തുടരുകയാണ്. ആലക്കോട് പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പല സമരങ്ങൾ നടന്നെങ്കിലും നടപടി വൈകുകയാണ്. ന്യൂസ് 18 ആലക്കോട്. വേനൽ കടുക്കും മുൻപേ മലപ്പുറം ചമ്രവട്ടം റെഗുലേറ്ററിന്റെ ചോർച്ച അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇക്കുറിയും കൃഷിക്കും കുടിവെള്ളത്തിനും ഭാരതപ്പുഴയെ ആശ്രയിക്കുന്ന മേഖലകൾ വറുതിയിലാകും. മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ചോർച്ചയടയ്ക്കൽ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇനി എന്ന് തീരുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവും ആർക്കും പറയാനില്ല.
തിരൂർ, പൊന്നാനി, തവനൂർ മണ്ഡലങ്ങളിലെ 8 പഞ്ചായത്തുകളിലെ മുഖ്യ ജലസ്രോതസ് ഭാരതപ്പുഴയാണ്. കൃഷിക്കും കുടിവെള്ളത്തിനുമെല്ലാം ആശ്രയം നില തന്നെ. അഴിമുഖത്തേക്ക് ഒഴുകുന്ന പുഴയ്ക്ക് കുറുകെ റെഗുലേറ്റർ ബ്രിഡ്ജ് കെട്ടി വെള്ളം തടഞ്ഞു നിർത്താൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് നിർമ്മിച്ച അന്നു മുതൽ ഇങ്ങനെ ചോർന്നൊലിക്കുന്നത്. റെഗുലേറ്ററിൻ്റെ അടിത്തറയ്ക്ക് താഴെക്കൂടെയുള്ള ചോർച്ചയാണ് പരിഹരിക്കേണ്ടത്. ഷട്ടറുകൾ മുഴുവൻ താഴ്ത്തിയാലും വെള്ളം അടിത്തട്ടിലൂടെ ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും. റെഗുലേറ്ററിൻ്റെ 2 വശത്തും ഇരുമ്പ് ഷീറ്റുകൾ താഴ്ത്തി ചോർച്ചയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താനായിരുന്നു ശ്രമം. ഇതിനായി 20 കോടിയോളം രൂപ അനുവദിച്ചിട്ടുമുണ്ട്. അറ്റകുറ്റപ്പണി തുടങ്ങി മാസങ്ങളായിട്ടും ചോർച്ച പക്ഷേ തടയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ വർക്ക് ഒന്നും ആയിട്ടില്ല. കുറച്ച് സ്ഥലം പൈലിംഗ് ഷീറ്റ്, അത് കംപ്രസർ വെച്ച് അടിച്ച് താത്തേണ്ട ഷീറ്റുകൾ അവർ JCB കൊണ്ട് അടിച്ചിറക്കാൻ ശ്രമിച്ചത്. അത് നമ്മളതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളായിട്ട് സംസാരിച്ചപ്പോൾ അത് വീണ്ടും വൈബ്രേറ്റ് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മുഴുവൻ ഷീറ്റുകൾ ഇപ്പോഴും ഇറക്കി കഴിഞ്ഞിട്ടില്ല. തൽബലം ചോർച്ച അടയ്ക്കാനും സാധിച്ചിട്ടില്ല. ഷട്ടറിന് ഒരിക്കലും ചോർച്ചയില്ല. ഷട്ടറിന് അടിയിലുള്ള ഷീറ്റ് പൈലിംഗ് കൂടെയാണ് ചോർച്ച. അതിൻ്റെ അപ്പുറത്തുള്ള ഏപ്രണ്ണുകളും വേണ്ട രീതിയിൽ വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചോർച്ച വരാനുള്ള ഒരു പ്രധാന കാരണം. അത് ചളിയിൽ താഴ്ന്നു പോയെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഫലം ചെയ്യുള്ളൂ. പ്രശ്നം ചർച്ച ചെയ്യാൻ മന്ത്രിതലത്തിൽ അടുത്ത ദിവസം തന്നെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് യോഗം നടത്തുമെന്നായിരുന്നു തവനൂർ MLA KT ജലീൽ പ്രതികരിച്ചത്. ഏപ്രിൽ മാസത്തിനു മുൻപേ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നും MLA പ്രതീക്ഷ പങ്കുവച്ചു. മീനച്ചൂടൽ നിളവറ്റും മുമ്പ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയായില്ലെങ്കിൽ ഇക്കുറിയും തീരങ്ങളിൽ ജലക്ഷാമം അതിരൂക്ഷമായിരിക്കും. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന 40 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. കസ്റ്റംസാണ് സ്വർണം പിടികൂടിയത്. അബുദാബിയിൽ നിന്നും വന്ന പാലക്കാട് സ്വദേശി റിഷാദിൽ നിന്നുമാണ് 805 ഗ്രാം സ്വർണം പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും ഗുണ്ടാ ആക്രമണം. അട്ടക്കുളങ്ങര ജംഗ്ഷനിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഇന്നലെ അർദ്ധരാത്രി 1:30യോടെയാണ് സംഭവം. പരിക്കേറ്റ പൂജപ്പുര സ്വദേശി മുഹമ്മദ് അലിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണം നടത്തിയത് ബൈക്കിലെത്തിയ 4 സംഘമാണെന്നാണ് വിവരം. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ മണക്കാട് സ്വദേശി നന്ദു ഉൾപ്പെടെയുള്ള അക്രമി സംഘത്തിനായി ഫോർട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പാലക്കാട് നഗരത്തിലെ ടയർ കടയ്ക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം. മഞ്ഞക്കുളം പുള്ളിക്ക് സമീപത്തെ കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്നലെ രാത്രി 10:30യോടെയാണ് തീ പടർന്നത്. തുടർന്ന് പാലക്കാട് നഗരത്തിന് പുറമെ കഞ്ചിക്കോട്, ചിറ്റൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന യൂണിറ്റുകൾ കൂടി സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. സ്ഥാപനത്തിന്റെ പുറകിലെ മാലിന്യക്കൂനയിൽ നിന്നും തീപിടിച്ചതാണോ എന്ന്, അതോ ഷോർട്ട് സർക്യൂട്ടാണോ അപകട കാരണമെന്നത് പരിശോധിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. 3 വർഷമായി പെരിങ്ങമല ആത്മബോധിനി മംഗലത്തുകോണം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. പെരിങ്ങമലയിൽ നിന്നും വിഴിഞ്ഞം ഭാഗത്തു നിന്നും ബാലരാമപുരത്തേക്ക് എത്താനുള്ള എളുപ്പമാർഗമാണ് ഈ റോഡ്. കഴിഞ്ഞ 3 വർഷമായി അറ്റകുറ്റപ്പണികൾ ഇല്ലാതെ തകർന്ന നിലയിലാണ് പെരിങ്ങമല ആത്മബോധിനി മംഗലത്തുകോണം റോഡ്. പെരിങ്ങമല നിന്നും വിഴിഞ്ഞം ഭാഗത്തു നിന്നും ബാലരാമപുരത്തേക്ക് എത്താനുള്ള എളുപ്പമാർഗമാണ് ഈ റോഡ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ ഇതുവഴിയുണ്ടായിരുന്ന KSRTC ബസ് സർവീസും നിലച്ചു. നിരവധി സ്കൂൾ ബസ്സുകൾ ഇതുവഴി രാവിലെയും വൈകുന്നേരവും സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. നിലവിലിവിടെ കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. എന്തെങ്കിലും പെട്ടെന്ന് ഒരു സംവിധാനം ഇതിന് ഒരു ക്ലിയർ ആക്കണം. ഇവിടുത്തെ പ്രവർത്തകരും എല്ലാവരും കൂടെ ചേർന്ന്. റോഡ് ഭയങ്കര ബുദ്ധിമുട്ട്, ഒരു രക്ഷയില്ല. നമ്മൾ ഒരു വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല. ഈ റോഡ് എങ്ങനെ പോകണം പോലും അറിഞ്ഞു. ഇവിടെ എൻ്റെ കണക്കൂട്ടൽ 3-4 വർഷമായിട്ട് ഇങ്ങനെ തന്നെ ഈ റോഡ്. ഇത് എന്ന് ക്ലിയർ ആകുമെന്ന് എനിക്ക് പറഞ്ഞു. ജില്ലാ പഞ്ചായത്താണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. ഈ ഭാഗത്തുകൂടെയുള്ള രാത്രിയാത്രയും ദുഷ്കരമാണ്. വെളിച്ചമില്ലാത്ത റോഡിലെ കുഴികളിൽ വീണ് അപകടങ്ങളും പതിവാണ്. റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പെരിങ്ങമല. കാസർഗോഡ് വലിയപറമ്പ മാടക്കൽ പാടശേഖരത്തിലേക്ക് കവായിക്കായിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്നത് കർഷകരെ വലയ്ക്കുകയാണ്. ഇതോടെ കൃഷിനാശം പതിവാണ്. കർഷകരുടെ പരാതിയെ തുടർന്ന് മൈനർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പ്രദേശം സന്ദർശിച്ചു. കവായിക്കായലിനോട് ചേർന്നുള്ള മാടക്കാൽ തുറയിൽ കോരങ്കൈ പ്രദേശങ്ങളിലെ നെൽവയലുകളാണ് ഉപ്പുവെള്ളം കയറി നശിക്കുന്നത്. നിലവിലിവിടെ കൃഷിയിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കായലിൽ നിന്നുള്ള ഉപ്പുവെള്ളം പ്രതിരോധിക്കാൻ സംവിധാനം ഒരുക്കണമെന്ന് കർഷകർ വർഷങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ തടയണ പ്രയോജനപ്പെടാത്ത സാഹചര്യത്തിൽ ശാസ്ത്രീയമായ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. 3 വിളയെടുക്കുന്ന കണ്ടാണ് ഇപ്പോൾ ഒരു വിളയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതന്നെ ഈ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം മഴയായതുകൊണ്ട് ഞാറിടാൻ കഴിയാതൊന്നും എടുത്തിട്ടില്ല. ഈ പ്രാവശ്യം ഇപ്പം ഉപ്പുവെള്ളം കയറി ഒരു 3 കൊല്ലമെങ്കിലും ഇങ്ങനെ കെട്ടിയിട്ട് വന്നായി കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ഉപ്പ് പോകും നിലത്തിൻ്റെ. എന്നാൽ മാത്രമേ ഇപ്പം കൃഷിയാക്കാൻ കഴിയും. വേലിയേറ്റ സമയത്ത് 500 മീറ്റർ ദൂരം വരെ കായലിൽ നിന്നുള്ള ഉപ്പുവെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. നെൽകൃഷിക്കൊപ്പം പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടാനും ഇതിടയാക്കുന്നു.
പ്രദേശത്തെ 2 തോടുകൾക്ക് ഫൈബർ ഷട്ടറുകൾ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകളാണ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. തടയണ സ്ഥാപിച്ചാലും 3 വർഷം വേണം മണ്ണിലെ ലവണാംശം മാറിക്കിട്ടാൻ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കണം എന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ KP വരുൺ, ഓവർസിയർ M ജഷീല എന്നിവരാണ് കർഷകർക്കൊപ്പം പ്രദേശം സന്ദർശിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും പണത്തിനായുള്ള കാത്തിരിപ്പിലാണ് പാലക്കാട് പുതുശ്ശേരിയിലെ നെൽകർഷകരായ ദൈവാനി അമ്മാൾ. മുൻപും സംഭരണ തുക കിട്ടാൻ വൈകിയിട്ടുണ്ടെങ്കിലും ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നിട്ടില്ലെന്ന് ഇവർ പറയുന്നു. ദൈവാനി അമ്മാൾ, പ്രായം 85, പുതുശ്ശേരി കൊളയക്കോട് പാടശേഖര സമിതിയിലെ നെൽകർഷകയാണ്. പ്രായമേറെയായിട്ടും ആരോഗ്യമുള്ളിടത്തോളം നെൽകൃഷി ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇത്തവണ 1-ാം വിളയിൽ കൊയ്തെടുത്ത നെല്ല് പതിവ് പോലെ സപ്ലൈകോയ്ക്ക് തന്നെയാണ് നൽകിയത്. എന്നാൽ ഇതുവരെയും നെല്ലിന്റെ പണം കിട്ടിയിട്ടില്ല. മാസങ്ങളായി കാത്തിരിപ്പിലാണ്. എത്ര പൈസ കിട്ടാണ്ട്? അന്ന് എൻ്റെ പൈസ 22 ആക്കുന്നില്ലേ, അതേ കിട്ടിയുള്ളൂ. ഈ വിസ കൊയ്യാൻ പറ്റാണ്ട് കണ്ടെന്താളം പറഞ്ഞിട്ട് കൊയ്തില്ല. ഇപ്പൊ നമുക്ക് ഈ പൈസ കിട്ടാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണോ? എന്താ സ്ഥിതി? അതേ ബുദ്ധിമുട്ടില്ല തന്നെ സാറേ. കിട്ടിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നട്ടിട്ടുണ്ട്, കതിരാകണു. ദൈവാനി അമ്മാൾ മാത്രമല്ല, നിരവധി പേരാണ് സംഭരണ തുക കിട്ടാതെ ദുരിതത്തിൽ കഴിയുന്നത്. ഇതിനിടയിൽ പലരും 2-ാം വിള നെൽകൃഷി ചെയ്തു. വായ്പയെടുത്തും കടം പറഞ്ഞുമാണ് കൃഷി. ഇവരുടെയെല്ലാം നെഞ്ചിലെ പിടച്ചിൽ സർക്കാർ കാണാതെ പോകരുത്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. മഹാശിവരാത്രിക്കായി ആലുവ മണപ്പുറം ഒരുങ്ങുന്നു. പൊടിശല്യം ഒഴിവാക്കാൻ വ്യാപാരമേള നടക്കുന്ന സ്ഥലം മുഴുവനായും പരവതാനി വിരിക്കും. വൻ സന്നാഹങ്ങളോടെയുള്ള അമ്യൂസ്മെന്റ് പാർക്ക് ഇത്തവണത്തെ വ്യാപാരമേളയുടെ പ്രത്യേകതയാണ്. കോവിഡിന്റെ തുടർച്ചയിൽ കഴിഞ്ഞ വർഷവും മണപ്പുറത്ത് ശിവരാത്രി ആഘോഷങ്ങളുടെ പൊലിമ കുറഞ്ഞതായി ആക്ഷേപമുയർന്നിരുന്നു. ഇത്തവണ അത് പരിഹരിക്കാൻ നഗരസഭ മുന്നിട്ടിറങ്ങി. ആഘോഷങ്ങളുടെ അവിഭാജ്യ ഘടകമായ വ്യാപാരമേള മുഴുവനായും കരാറെടുത്തിരിക്കുന്നത് ബാംഗ്ലൂരിലെ ഫൺ വേൾഡ് ആൻഡ് റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. പൊടിശല്യം ഒഴിവാക്കാൻ വ്യാപാരമേളയും അമ്യൂസ്മെന്റ് പാർക്കും ഉൾപ്പെടുന്ന 1 ലക്ഷത്തിലധികം ചതുരശ്രടി സ്ഥലം പരവതാനി വിരിക്കും. വ്യാപാര മേഖലയ്ക്ക് മുകളിലായി വെയിലേൽക്കാതിരിക്കാൻ മേൽക്കൂരയും ഉണ്ടാകും. മികച്ച വിനോദോപാധികളും അമ്യൂസ്മെന്റ് പാർക്കിൽ ഉണ്ടാകും. കേരളം ഇതുവരെ കാണാത്ത അമ്യൂസ്മെന്റ് ആണ്. എല്ലാം വിദേശ നിർമ്മിതമാണ്, വളരെ സെക്യൂരിറ്റി ഉള്ളതാണ്. ഏകദേശം 28 ഐറ്റംസാണ് ഞങ്ങൾ ഇവിടെ ഇടുന്നത്. അതിൽ 17 ഇമ്പോർട്ട് ചെയ്താണ്. 1 മാസമാണ് വ്യാപാരമേള നീണ്ടു നിൽക്കുന്നത്. 116 ബലിത്തറകളാണ് ദേവസ്വം ബോർഡ് മണപ്പുറത്ത് ഒരുക്കുന്നത്. ക്ഷേത്രത്തിന് സമീപമുള്ള പ്രദേശങ്ങളുടെയും കടവുകളുടെയും ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. ന്യൂസ് 18 കൊച്ചി. വീടിന് ചുറ്റും വലിയ ആഴത്തിൽ മണ്ണെടുത്തതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കണ്ണൂരിലെ ഒരു കുടുംബം. തളിപ്പറമ്പ് കീഴാറ്റൂർ വെള്ളച്ചാലിലെ ഭാർഗവിയുടെ കുടുംബമാണ് വഴിയില്ലാതെ ദുരിതം അനുഭവിക്കുന്നത്. 5.5 സെന്റ് സ്ഥലത്താണ് ഓടുമേഞ്ഞ ചെറിയ വീട്ടിൽ ഭാർഗവിയും ഭർത്താവും മകനും താമസിക്കുന്നത്. വർഷങ്ങളായി വീട്ടിലേക്കുണ്ടായിരുന്ന നടവഴിയിൽ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ചെങ്കല്ലുകൾ ഉപയോഗിച്ച് കെട്ടിയത്. 2 ആഴ്ച മുൻപ് ഇവരുടെ വീടിനോട് ചേർന്ന് അയൽവാസി മണ്ണെടുക്കാൻ തുടങ്ങി. നടവഴി നിലനിർത്തുമെന്നും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ മാത്രമേ മണ്ണെടുക്കൂ എന്നും അയൽവാസി ഉറപ്പും നൽകി. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞതോടെ ഉറപ്പ് ലംഘിക്കുകയും ഇവരുടെ വഴി ഇടിച്ചു നിരത്തുകയും ചെയ്തു. പോട്ട് സാരില്ല, അവരുടെ സ്ഥലത്ത് നിന്നല്ലേ മണ്ണെടുക്കുന്നു നമ്മൾ വിചാരിച്ചു. ആദ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞതാണ്, നന്ദിനി ചെന്നാൽ നിങ്ങൾ വട്ടെന്ന്. അന്നേരം പറഞ്ഞു പിന്നെ ഇല്ലണേ നിങ്ങളെ വീടിനൊന്നും ഭീഷണി വരൂല, നമുക്ക് വേറൊരു സ്ഥലവുമില്ല, ഈ 5.5 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ, വേറെ എവിടെയെങ്കിലും പോകാന്ന് വിചാരിച്ചാൽ. ഗൃഹസന്ദർശനത്തിനെത്തിയ CPM പ്രവർത്തകരാണ് ഇക്കാര്യത്തിൽ ആദ്യമായി ഇടപെട്ടത്. മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെപ്പിച്ചിട്ടുണ്ടെങ്കിലും വീട് താഴേക്ക് പതിക്കാനുള്ള ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മളുമായി സംഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ നേതാക്കളും ഇവിടെ വന്ന് പിന്നെ അവരുടെ നേതൃത്വത്തിലാണ് നമ്മൾ RTOക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിലും നമ്മൾ പരാതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. CPM പ്രവർത്തകർ ഇടപെട്ട് തളിപ്പറമ്പ് നഗരസഭയിലും റവന്യൂ വകുപ്പിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. 3 ഭാഗവും മണ്ണെടുത്തതോടെ ഇവരുടെ വീട്ടിലേക്ക് കയറാൻ വഴിയും ഇല്ലാതായി. ഇളക്കിയിട്ടിരിക്കുന്ന മണ്ണിന് മുകളിൽ കൂടി ഏറെ പ്രയാസപ്പെട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത്. വീടിന്റെ വരാന്തയിൽ നിന്നും കാലെടുത്തു വെക്കുന്നത് വലിയ കുഴിയിലേക്കാണ്.
ഇത് ജീവന് തന്നെ ഭീഷണിയാകുന്നുണ്ട്. വലിയ ആഴത്തിൽ മണ്ണെടുത്തതോടെ വീടിന്റെ ചുവരുകളിൽ പലയിടത്തും വിള്ളലുകൾ രൂപപ്പെട്ടു. മഴക്കാലമാകുമ്പോൾ വീട് പൂർണ്ണമായും ഇടിയുമോ എന്ന ആശങ്കയിലാണ് ഇവർ കഴിയുന്നത്. ഇവർക്ക് സുരക്ഷിതമായി താമസിക്കാൻ സംവിധാനം ഒരുക്കണമെന്ന് CPM പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തളിപ്പറമ്പ്. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.